ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോന്റെ അവസാനം പറഞ്ഞു നിർത്തിയായിരുന്നു അനാലിറ്റിക്കൽ മെത്തേഡ് എന്ന് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് തന്നെ. ട്രയാങ്കുലർ ലോയും പാരലലോഗ്രാം ലോയും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്താ ലോ എന്നാ നമ്മൾ നോട്ട് വന്നില്ലേ, ജസ്റ്റ് ഡയലോഗ് മാത്രം ഇത്ര ചോദിക്കുള്ളൂ. എന്നിട്ട് ചിലപ്പോൾ ചോദിക്കും രണ്ട് വെക്ടർ ഉണ്ട് എ ബി, ഇതെങ്ങനെ ട്രയാങ്കുലർ ലോ വഴി ചെയ്യാമെന്ന്. ബി വെക്ടർ കേട്ടോ, ബി വെക്ടർ ക്യാപിറ്റൽ ആണ്. അതിന് നേരത്തെ ഇവിടെ എ വരച്ചു, ഇവനെ ഇവിടെ കൊണ്ട് തലയെ കൊണ്ടേ വെക്കണം. ഈ യോജിപ്പിക്കുന്ന സാധനം ഇങ്ങോട്ടേക്ക് ആരന്മാർ കിട്ടാം. ഇതാണ് എന്ത് റിസൾട്ടന്റ്. റിസൾട്ടന്റ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ കേട്ടോ. പാരലലോഗ്രാം ലോ ആണെങ്കിൽ എന്ത് വരും, ഇവന് ഇവിടെ വെക്കില്ല, പകരം എവിടെ വെക്കും, ഇവിടെ കൊണ്ടുവെക്കും, വാലിൽ തന്നെ കൊണ്ടുവെക്കും. ഈ ബി വെക്ടറിനെ അവിടെ കൊണ്ടുവെക്കും, ഈ വാലിൽ കൊണ്ടുവെക്കും, അതേപോലെ കൊണ്ടുവെക്കും. ശരി, അത്രയേ ഉള്ളൂ. എന്നിട്ട് പാരലായിട്ട് ഒരു പാരലോഗ്രാം വരയ്ക്കും, ഫില്ല് ചെയ്യും. ഈ റിസൾട്ടന്റ് വിൽ ഗീവ് ദി, ഈ ഡയഗണൽ വിൽ ഗീവ് ദി റിസൾട്ടന്റ്. ഇതാണ് ബി വെക്ടർ അല്ലേ. ഇത് ഈ അളവ് തന്നെ ഇവിടെ ബി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാരലോഗ്രാം ലോയും ട്രയാങ്കുലർ ലോയും. ഒരു ബോഡി ഉണ്ട്, ഈ ബോഡിയിൽ 50 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് വേറൊരാള് 70 ന്യൂട്ടൺ ഫോഴ്സ് കൊണ്ട് ഇവിടുന്ന് പിടിച്ചു വലിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 50 ന്യൂട്ടൺ ഒരാൾ തള്ളുന്നുണ്ട്, വേറെ ആൾ പിടിച്ചു വലിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം എത്രയായിരിക്കും റിസൾട്ടന്റ് എന്നാണ്. ഓക്കെ, ഞാൻ എങ്ങനെ ചെയ്യുന്നത്, ട്രയാങ്കുലർ ലോ. ശരി, ട്രയാങ്കുലർ ലോ എങ്കിൽ ട്രയാങ്കുലർ ലോ ഇവിടെ കൊണ്ട് വെച്ചു. അതിൽ 70 സെന്റിമീറ്റർ, ഇത് 50 സെന്റിമീറ്റർ വരച്ചു, 70 സെന്റിമീറ്റർ വരച്ചു. റിസൾട്ടന്റ് ഞാൻ കണ്ടുപിടിച്ചു, അളന്നെടുത്തു. ഇത് 50 70 റിസൾട്ടന്റ് 5 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ. ഇത് അളവ് നോക്കി എത്രയാണോ സെന്റിമീറ്റർ അതാണ് റിസൾട്ടന്റ്. പാരലോഗ്രാം ലോ ആണെങ്കിൽ ഞാൻ പാരലോഗ്രാം വെച്ചിട്ട് അത് ചെയ്യും. പറയേണ്ട ആവശ്യമില്ല, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റുമോ, വരച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നോക്കിയോ, ഞാൻ ഇതിന്റെ ആൻസർ എഴുതാൻ വേണ്ടി പോവുകയാണെങ്കിൽ വരയ്ക്കാതെ ഇവരുടെ ഇടയിലുള്ള ആംഗിളാണ് 120 ഡിഗ്രി കേട്ടോ. ഞാൻ ആൻസർ എഴുതാൻ വേണ്ടി പോവാണേ. നോക്കിയോ, ഞാൻ ഈ സാധനം എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചു. ഇപ്പൊ ഇവരുടെ എത്ര ആംഗിൾ 60 ഡിഗ്രി അല്ലേ. നോക്കിയോ, ഞാൻ ഇതിന്റെ കൂടെ റിസൾട്ടന്റ് ഞാൻ എഴുതാൻ വേണ്ടി പോവാണേ. ശ്രദ്ധിച്ചിരുന്നോ, റിസൾട്ടന്റ് എൻ്റെ മാഗ്നിറ്റ്യൂഡ് അളവ് നമ്മളുടെ സ്കെയിൽ കൊണ്ട് അളന്നെടുത്ത അളവില്ല, അതേപോലെ ഇതിന്റെ അളവ് മാത്രമായിട്ട് പറയുകയാണെങ്കിൽ റൂട്ട് ഓഫ് 50 സ്ക്വയർ പ്ലസ് ഇത് എത്ര ന്യൂട്ടനാണ്, 70 ന്യൂട്ടൺ. റൂട്ട് ഓഫ് 50 സ്ക്വയർ പ്ലസ് 70 സ്ക്വയർ പ്ലസ് 2 ടൈംസ് 50 ഇൻറ്റു 70 ഇൻറ്റു കോസ് 60 കേട്ടോ. രണ്ട് വെക്ടർ ഉണ്ട്. തുടക്കം വേണം ഞാൻ കോംപ്ലിക്കേറ്റ് ഇതിന്റെ ഫിഗറാണ് വരച്ചത്. രണ്ട് വെക്ടർ ഉണ്ട്, 50 ന്യൂട്ടൺ 70 ന്യൂട്ടൺ. ഇവരുടെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി കേട്ടോ. രണ്ട് വെക്ടർ ഉണ്ട്, 50 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്, 70 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്, ഇവരുടെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എത്രയായിരിക്കും എന്റെ ക്വസ്റ്റ്യൻ. ട്രയാങ്കുലർ ലോയോ പാരലോഗ്രാം ലോയോ അപ്ലൈ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ എങ്ങനെ ആൻസർ എഴുതുന്നത് കാണിച്ചു. റൂട്ട് ഓഫ് 50 സ്ക്വയർ പ്ലസ് 70 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു കോസ് തീറ്റ. 50 സ്ക്വയർ പ്ലസ് 70 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 50 ഇൻറ്റു 70 ഇൻറ്റു കോസ് 60. ചെയ്ത് നോക്കി എത്ര കിട്ടുന്നത് കാൽക്കുലേറ്ററിൽ. 50 സ്ക്വയർ എടുക്കുക, 70 സ്ക്വയർ എടുക്കുക, ആദ്യം ഇത് ഗുണിച്ചെടുത്തു. 2 ഇൻറ്റു 50 ഇൻറ്റു 70 ഇൻറ്റു കോസ് 60. കോസ് 60 എത്രയാണ്, റൂട്ട് 3/2 1/2. അപ്പോൾ അത് ഗുണിച്ചിട്ട് കണക്ക് ചെയ്യാം, ഇതിൻ്റെ റൂട്ട് കിട്ടും ഒരു വാല്യൂ. അതാണ് എൻ്റെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കേട്ടോ. നമുക്ക് നോക്കാം എത്രയാണ്. ഇനി ഇതിനെ ഒരു എ വെക്ടറായിട്ട് വിചാരിക്കും കേട്ടോ, വെക്ടർ എ. ഇതിനെ ഒരു ബി വെക്ടറായിട്ട് വിചാരിക്കും. ഈ 60 ഡിഗ്രിനെ തീറ്റ ഡിഗ്രി ആയിട്ടും വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതായത് രണ്ട് വെക്ടർ ഉണ്ട്, എ വെക്ടറും ബി വെക്ടറും, അവർക്കിടയിലുള്ള ആംഗിളാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ്? റിസൾട്ടന്റ് ആർ ഇവിടെ എഴുതാമേ, റിസൾട്ടന്റ് ആർ
അതിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 ടൈംസ് എ ബി കോസ് തീറ്റ. തീറ്റ എന്നതാ അവരുടെ ഇടയിലുള്ള ആംഗിൾ. ഇതെങ്ങനെയാ വന്നേ എന്നാണ് നമ്മൾ, ഇത് അനാലിറ്റിക്കൽ മെത്തേഡ്, ഡയറക്റ്റ് ഇക്വേഷൻ. ട്രയാങ്കുലർ ലോയോ പാരലൽ ലോയോ ഒന്നും വേണം, ഡയറക്റ്റ് ഇക്വേഷൻ. അപ്പോൾ തന്നെ അളവ് കിട്ടി. ഇനി അവൻ്റെ റിസൾട്ടൻ ഡയറക്ഷൻ പറയാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും ഇത് റിസൾട്ടൻ്റ് കേട്ടോ. എന്നിട്ട് നമ്മൾ എ വെക്ടറുമായിട്ട് ആ റിസൾട്ടൻ്റ് എത്ര ആംഗിളിലാണെന്ന് ഞാൻ ഡയറക്ഷനും ഫിക്സ് ചെയ്യും. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എഴുതാം, ഡയറക്റ്റ് എഴുതാം കേട്ടോ. അപ്പം നമ്മുടെ ഉദ്ദേശം എന്നാ, അനാലിറ്റിക്കൽ മെത്തേഡ് ഉദ്ദേശം എന്നാ, ഈ ആൻസർ എങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ബോർഡ് എക്സാമിന്, കേരള സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് ചുരുങ്ങിയത് ഒരു 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും ഈ കണക്ക്. ക്വസ്റ്റ്യൻ എങ്ങനെയറിയോ? ഫൈൻഡ് ദ റിസൾട്ടന്റ് ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി in terms of their magnitude and angle between them. രണ്ട് വെക്ടർ ഉണ്ട്, എയും ബിയും. ഒരു വെക്ടർ എയും ഉണ്ട്, ഒരു വെക്ടർ ബിയും ഉണ്ട്. ഇവർക്കിടയിലുള്ള ഒരു ആംഗിൾ ആണ് തീറ്റ. ഇവരുടെ റിസൾട്ടന്റിനെ ഇവരുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ്, ഒരു വെക്ടർ എ ആണെന്ന് വിചാരിച്ചു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡുലസ്. ഇത് ശരിക്കും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം പഠിപ്പിക്കാൻ നേരത്തെ പറഞ്ഞുതരാം എങ്ങനെ വരുന്നത്. ഇത് വെക്ടർ എ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എ എന്ന് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഉദാഹരണത്തിന് നമ്മൾ കുറച്ചുകൂടെ എഴുതിയില്ലേ 50 ന്യൂട്ടൺ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയില്ലേ, അതിൽ 50 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കേട്ടോ, അത്രയൊന്നും ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമ്മളിപ്പോൾ എഫ് വെക്ടർ എന്ന് എഴുതണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതണം, 2i + 7j + 8 എന്നൊക്കെ പറഞ്ഞ് എഴുതണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. 8k എന്നൊക്കെ എഴുതണം. മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, നമുക്ക് ഇതിൻ്റെ അളവ് മാത്രം കേട്ടോ, ഈ വെക്ടറിൻ്റെ അളവ് മാത്രം. അപ്പം നോക്കൂ, ഇതെങ്ങനെ എഴുതുന്നു നോക്കൂ, കണ്ടുപിടിക്കുന്നു നോക്കൂ. രണ്ട് വെക്ടർ അല്ലേ, എയും ബിയും. നമ്മൾ പാരലോഗ്രാം ലോയ വെച്ച് ചെയ്തിരുന്നതെങ്കിൽ എന്ത് വരുമായിരുന്നു? നമ്മൾ അത് തന്നെയാണ് അനാലിറ്റിക്കൽ മെത്തേഡിൻ്റെ ഡെറിവേഷൻ ആയിട്ട് എടുക്കുന്നത്. ഒരു വെക്ടർ എ ഉണ്ട്, വെക്ടർ എ വലിയ ഫിഗർ വരയ്ക്കണോ? ഇത് വെക്ടർ, ഇത് വേറെ വെക്ടർ. വെക്ടർ എ പാരലോഗ്രാം ലോ ആണെങ്കിൽ ഇവനെ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുവെക്കണം? ഇവിടെ കൊണ്ടുവെക്കണം. വെക്ടർ ബി പാരലോഗ്രാം ലോ, ഇതിന് പാരലായിട്ടൊരു ഡയഗ്രാം വരയ്ക്കുക, ഇതിന് പാരലായിട്ട് വരയ്ക്കുക. ഇവർ യോജിപ്പിക്കുന്ന ഈ ഇതായിരിക്കും എന്ത്, റിസൾട്ട് അല്ലേ? അങ്ങനെ പാരലോഗ്രാം ലോ. ഇത് കറക്റ്റ് ആണെന്ന് വിചാരിക്കും കേട്ടോ, സ്ട്രെയിറ്റ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, നമുക്കിനി എന്താ കാണണ്ടേ, ഈ റിസൾട്ടന്റിനെ ഇവന്റെ ടേമിലും ഇവന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ടേമിൽ ആക്കണം. ഞാൻ ഇതങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഈ പോയിന്റ് ആദ്യം പേര് കൊടുക്കാം, ഇത് ഓ പേര് കൊടുക്കാം, പി ക്യു ആർ വേണ്ട, MNOP കൊടുക്കാം, MNP നേരെ താഴേക്കാണ്. അപ്പം ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ക്യൂ ശ്രദ്ധിച്ചിരുന്നു, കട്ട കൺസെപ്റ്റാണ്. ഈ രണ്ട് വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? യുമാരുടെ ഇടയിലുള്ള ആംഗിൾ തീറ്റ അല്ലേ? രണ്ട് വെക്ടറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്നാ തീറ്റയാണ്. ഇതുണ്ടോ തീറ്റ. നിങ്ങൾ ഇവിടെ നോക്കി, ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയില്ലേ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, റിസൾട്ടന്റ് RR അങ്ങനെയാണെങ്കിൽ
ഇത് ഈ നീളം എത്രയാ? ഒ പി. ഒ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ. അപ്പോൾ ഒ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു O തൊട്ട് Q വരെ, O തൊട്ട് Q വരെയുള്ള സ്ക്വയർ പ്ലസ് P തൊട്ട് Q വരെ, അല്ലെ Q ടു P സ്ക്വയർ. O തൊട്ട് M വരെയുള്ളത് എന്നിട്ട് O തൊട്ട് Q വരെയുള്ളതിൻ്റെ ഈ O തൊട്ട് M വരെയുള്ളതിൻ്റെ അളവ് അറിയാം. എത്രയാ? ഇത് വെക്ടർ ഇട്ടേക്കുന്നത് നീളം എത്രയാ? A. ഇതിന് നീളം എത്രയാ? B. പക്ഷെ നമുക്ക് ഇതറിയത്തില്ലല്ലോ. ഇതറിയാൻ വേണ്ടി നോക്കി മക്കളെ, ഇതേ ഫിഗറിൽ ഇവിടെ വരച്ചേക്കുന്നത്. അപ്പൊ ഇത് തീറ്റയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? തീറ്റ. ഇതേ ഫിഗർ ഇങ്ങനെ വരച്ചു, ഇതേ ഫിഗർ ഇങ്ങനെ വരച്ചു. അപ്പൊ ഇത് തീറ്റയാണെങ്കിൽ ഇത് എന്തായിരിക്കും? തീറ്റ. ഇത് ബി വെക്ടറാണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ബി ആണ്. 50 ന്യൂട്ടൺ ആണെങ്കിൽ 50 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. അപ്പൊ 50 ന്യൂട്ടൺ ഇതാണ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇത് ബി ആണെങ്കിൽ ഈ നീളം എത്രയായിരിക്കും? ബി അല്ലേ? ഇത് എന്തായിരിക്കും? ബി. ബി. ഇങ്ങനെയാണ് കിടുക്കാച്ചി കൺസെപ്റ്റ്. ഇത് തീറ്റയാണ്, ഇത് ഹൈപ്പോട്ടനീസ് ആണ്. ഞാൻ ഈ പി ക്യൂ ഇതിന്റെ നീളം ഞാൻ എഴുതുവാണ് ബി സൈൻ തീറ്റ. ഇതിന്റെ നീളം ഞാൻ എഴുതുവാണ് ബി കോസ് തീറ്റ. എവിടുന്ന വന്നേ? എഴുതിക്കേ, പറ എവിടുന്ന വന്നേന്ന്. മനസ്സിലായില്ലെങ്കിൽ ട്രിഗണോമെട്രി ക്ലാസ് പോയിട്ട് സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക കേട്ടോ. നോക്കിയോ, ഇനി വേണ്ട, നിങ്ങൾ വീഡിയോ കാണാൻ പോകണ്ട. നോക്ക്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ഇസഡ് ആണെന്ന് വിചാരിക്കുക. ഇത് എക്സ്, ഇത് വൈ ആണെന്ന് വിചാരിക്കുക. സൈൻ തീറ്റ എന്നാ വരും? സൈൻ തീറ്റ എക്സ് ബൈ ഇസഡ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ ഈ ഇസഡിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ഇസഡ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് കിട്ടിയില്ലേ? അതായത് ഈ എക്സിന് പകരം എന്ത് എഴുതാം? ഇസഡ് സൈൻ തീറ്റ എന്ന് എഴുതാം. ഇസഡ് സൈൻ തീറ്റ, ഈ നീളം. അതേപോലെ കോസ് തീറ്റ നോക്കി, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു വൈ ബൈ ഇസഡ്. ഇസഡിനെ മൾട്ടിപ്ലൈ ചെയ്യും, ഇസഡ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു വൈ. അപ്പോൾ വൈക്ക് പകരം എന്ത് കൊടുക്കാം? ഇസഡ് കോസ് തീറ്റ. ഇങ്ങോട്ട് നോക്ക്, ഇതെല്ലാം ഹൈപ്പോട്ടന്യൂസ് ബി അല്ലേ? അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഇടുന്ന സൈൻ, തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഇടുന്ന സൈൻ ഇസഡ് സൈൻ തീറ്റ. ഇതെന്ത് വരും? ബി സൈൻ തീറ്റ. ഇതെന്ത് വരും? ബി കോസ് തീറ്റ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഒ ക്യൂ, ഒ തൊട്ട് ക്യൂ വരെ എങ്ങനെ എഴുതാം? ഒ എം പ്ലസ് എം ക്യൂ ഹോൾ സ്ക്വയർ പ്ലസ് ക്യൂ പി, ക്യൂപിന്റെ സ്ക്വയർ. ഒ എം എന്നാ? ഇവിടെ നിന്ന് ഇവിടെ നിന്നുള്ള നീളം എത്രയാണ്? എ പ്ലസ് എം ക്യൂ എന്നതാ? കിട്ടിക്കഴിഞ്ഞു, ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ക്യൂ പി എന്നതാ? ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി കോസ് തീറ്റ. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ, രണ്ട് ടേമുകളുടെ ഹോൾ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഞാൻ എഴുതുവാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ബി സ്ക്വയർ മാത്രമല്ല ബി കോസ് തീറ്റ ഉണ്ട്. ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2ab. എ പ്ലസ് ബി കോസ് സ്ക്വയർ ആണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അപ്പോൾ നോക്കി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ബി എന്നെ അവിടെ കോസ് തീറ്റ ഉണ്ട് അല്ലേ? പ്ലസ് ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നോക്കി, ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ എ സ്ക്വയർ പ്ലസ് ഇവിടെ ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ ബി സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ ബി സ്ക്വയർ പുറത്തെടുക്കാം. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2ab
കോസ് തീറ്റ. എ സ്ക്വയർ. അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ സ്ക്വയർ നോക്കി, ഒ പി എന്ന് പറഞ്ഞാൽ എന്നതാ, ആറല്ലേ, ഒ തൊട്ട് പി വരെ നീളം എന്നാ 6. അതിൻ്റെ സ്ക്വയർ 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 സ്ക്വയർ. അപ്പോൾ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇവൻ എവിടെ പോയി? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്നാ ട്രിഗണോമെട്രി ക്ലാസ് 1 അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് 1 എന്നാ ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ആറാ എടുക്കുന്നെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ആർ എന്ന് പറഞ്ഞാൽ എന്താ 6. അപ്പോൾ ആറാ എടുക്കുന്നെങ്കിലോ റൂട്ട് വരും. ആറാ എടുക്കുന്നെങ്കിൽ ഒരു റൂട്ട് വരും. കിട്ടിയോ? ഓക്കെ. അപ്പോൾ നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇത് നമുക്ക് എന്നാ വേണ്ടേ? അതിൻ്റെ ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ പറയാനായിട്ട് നമുക്ക് ഏതെങ്കിലും വെക്ടറിനെ ആശ്രയിക്കാം. ഇപ്പോൾ താഴെ കിടക്കുന്ന എ അല്ലേ, അപ്പോൾ എയുമായിട്ട് ഇത്ര ഡിഗ്രിയിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഡയറക്ഷൻ കിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ ആംഗിളിനെ തൽക്കാലത്തേക്ക് ആൽഫ എന്ന് വിളിച്ചു കേട്ടോ. ആൽഫ. അങ്ങനെയാണെങ്കിൽ നിങ്ങളിതാ ഈ ട്രയാങ്കിൾ നോക്കി. ഈ ട്രയാങ്കിൾ ടാൻ ആൽഫ എന്നാ വരും? ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് എന്നതാ ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഈ നീളം എത്രയാണ്? എ പ്ലസ് ബി കോസ് തീറ്റ. എ പ്ലസ് ബി കോസ് തീറ്റ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമുക്ക് ആൽഫ കിട്ടും. ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇൻവേഴ്സിൻ്റെ ഒക്കെ അറിയാമോ? കേട്ടിട്ടുണ്ടോ? അതായത് ഇൻവേഴ്സ് എന്ന് പറയുന്നത് അറിയാം സംഭവം. ഇപ്പം നോക്കി, സൈൻ 30 എത്രയാണ്? 1/2. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക്. സൈൻ ഇൻവേഴ്സ് 1/2 ആണ് 30 ഡിഗ്രി കേട്ടോ. അതായത് 1/2 കിട്ടണമെങ്കിൽ സൈനിന്റെ ഏത് ഡിഗ്രി എടുക്കണം? 30 ഡിഗ്രി എടുക്കണം. അത് പറയുന്നതാണ് ഇങ്ങനെ. സൈൻ ഇൻവേഴ്സ് 1/2 ആണ് 30 ഡിഗ്രി. അപ്പൊ ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ ആൽഫ കാണണമെങ്കിൽ എന്നാ ചെയ്യണം? ടാൻ ഇൻവേഴ്സ് ഈ സാധനം ചെയ്യണം. അതാ ഉദ്ദേശിച്ചത് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം അറിയോ, നമ്മളിവിടെ 2 വെക്ടർ തന്നു. 50 ന്യൂട്ടൺ ഫോഴ്സും 60 ന്യൂട്ടൺ ഫോഴ്സും. അത് നമ്മൾ പറയാണ് അതിൻ്റെ ഇടയിലുള്ള ആംഗിള് 60 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ റിസൾട്ടൻറ്റും കാണണം, അതിൻ്റെ ഡയറക്ഷനും കാണണം എന്ന് പറയും. നിങ്ങൾ എന്നാ ചെയ്യും? റിസൾട്ടൻറ്റ് കാണാൻ എന്നാ ചെയ്യണ്ടേ? 50ഉം 70 എടുത്തു. 50ഉം 70. റൂട്ട് ഓഫ് 50 സ്ക്വയർ പ്ലസ് 70 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 50 ഇൻറ്റു 70 ഇൻറ്റു കോസ് 60. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. റിസൾട്ടൻറ്റ് കിട്ടും. എളുപ്പമല്ലേ? പക്ഷെ ഇത് കാണാൻ നേരത്തുണ്ടല്ലോ, ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു എന്ന ഇക്വേഷനാ ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ, ഇപ്പോൾ 50 സൈൻ 60 ഡിവൈഡ് ബൈ ഏതെങ്കിലും പിന്നെ വെക്ടർ പ്ലസ് 50 പ്ലസ് പിന്നുള്ള 70. 2 വെക്ടർ 70 അല്ലേ? 70 കോസ് 60 എന്നൊന്നും പറഞ്ഞ് എഴുതി വെച്ചേക്കരുത്. എന്നാന്നറിയോ, നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്താക്കണം. ഇതിൽ ഏതാ എ എന്നും ഏതാ ബി എന്നും നമ്മൾ ഫിക്സ് ചെയ്താക്കണം കേട്ടോ. എപ്പോഴും നോക്കി, ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ശരി, നിങ്ങൾ അതൊക്കെ ഫിക്സ് ചെയ്ത് വിചാരിച്ചു. ഇപ്പൊ നോക്കിയേ, ഞാൻ ബി സൈൻ തീറ്റ എടുത്തു ഡിവൈഡഡ് ബൈ എ പ്ലസ്, അപ്പൊ എ എന്നതാ 70 പ്ലസ് 50 കോസ് 60. ശരി, ഇതും ചെയ്തു എടുക്കാം. ഓ, സമ്മതിച്ചു. ഒരു ആൻസർ കിട്ടിയെന്ന് വിചാരിച്ചു. എത്ര വരും? 50 ഇൻറ്റു സൈൻ റൂട്ട് 3 ഒക്കെ വരുമല്ലോ. തൽക്കാലം വിചാരിക്കും ഇതൊരു സംഖ്യ 5 ആണെന്ന് വിചാരിക്കും കേട്ടോ. എത്രയാ? 5. അപ്പൊ ടാൻ ഇൻവേഴ്സ് 5 ഈക്വൽ ടു 78. ശരി, 79 ഡിഗ്രി എന്ന് വിചാരിച്ചു.
ഇനി അടുത്ത ഡയലോഗാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ 79 ഡിഗ്രി ആൽഫ ഇസ് ഈക്വൽ ടു 79 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ എന്ത് കിട്ടി? 79 ഡിഗ്രി എന്ന് കിട്ടി. എന്നിട്ട് നിങ്ങൾ ഡയറക്ഷൻ റിസൾട്ടൻറ്റിന് മാഗ്നിറ്റ്യൂഡ് കിട്ടി, ഇവിടെ കിട്ടി, ഇവിടെ ഇത് ചെയ്തപ്പോൾ കിട്ടി. എന്തായാലും ഒരു 80 ന്യൂട്ടൺ 85 ന്യൂട്ടൺ എത്ര വിചാരിച്ചു. ഇത് ആൽഫയും കിട്ടി. ഇനി നിങ്ങൾ പറയണ്ടേ ആരുമായിട്ടാ, ഏത് വെക്ടറുമായിട്ടാ? ആൽഫ എപ്പോഴും എ വെക്ടറുമായിട്ടാണ്. ഇവിടുത്തെ എ വെക്ടറുമായിട്ടാണ് നിങ്ങൾ പറയണ്ടേ. അപ്പം നിങ്ങൾ എന്തുമായിട്ട് പറയണം? 50 ന്യൂട്ടൺ ഫോഴ്സുമായിട്ട് 79 ഡിഗ്രി എന്ന് പറയരുത്. പകരം നമ്മൾ ഇവിടുത്തെ ഈ എ ആരെടുത്തേക്കുന്നത് 70 ന്യൂട്ടനാണ്. അപ്പോൾ 70 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഇവിടുത്തെ എ വെക്ടർ. അപ്പം നിങ്ങൾ ആൻസർ ആ നേരത്തെ പറയണം 70 ന്യൂട്ടൺ വെക്ടറുമായിട്ട് 79 ഡിഗ്രിയിലാണ് റിസൾട്ടൻ്റ് എന്ന്. മനസ്സിലായോ? അതാ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ടാൻ ആൽഫ ഇട്ടു നിങ്ങൾക്ക് എയ്ക്കും ബിക്കും വരെ ആര് വേണം എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ എടുക്കുമ്പോൾ ഈ വെക്ടറുമായിട്ടാണ് ഇവിടെയുള്ള വെക്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 70 ഇവിടെ 70 എടുത്തിട്ട് 50 എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഈ വെക്ടറുമായിട്ടാണെന്ന് പറയണം ആൻസറിൽ കേട്ടോ. അത്രേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പം നമ്മുടെ അനാലിറ്റിക്കൽ മെത്തേഡ് ഇതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും വെക്ടർ വെച്ചല്ലേ, ഇപ്പോൾ 30 ന്യൂട്ടണും 85 ന്യൂട്ടണും രണ്ട് ഫോഴ്സ് ഉണ്ട്, അവരുടെയുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡും കാണാൻ വേണ്ടി നിങ്ങൾക്ക് ട്രയാങ്കുലർ ലോ വെച്ചിട്ട് പടം വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പാരലോഗ്രാം ലോ വെച്ച് പടം വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഡയറക്റ്റ് ഇതാ ഈ ഇക്വേഷൻ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ കാണാൻ വേണ്ടിയോ ഈ ഇക്വേഷൻ കേട്ടോ, ഈ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ബി സൈൻ തീറ്റ ഏതെങ്കിലും വെക്ടർ എടുക്കുക, സൈൻ തീറ്റ തീറ്റയുടെയൊക്കെയുള്ള ആംഗിൾ കിട്ടി, പിന്നെ പടപടാന്ന് ആൻസർ എടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ അനാലിറ്റിക്കൽ മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കണക്കുകൾ നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ നമ്മുടെ 4ാം പാഠം എടുക്കുമ്പോൾ നമുക്ക് കുറേ വരും. പിന്നെ ഈ വീഡിയോൻ്റെ അവസാനം വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം, സമയം കിട്ടുകയാണെങ്കിൽ. നമുക്ക് വേറെ എടുക്കാനുണ്ട് കുറേ കണക്കുകൾ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഈ അനാലിറ്റിക്കൽ മെത്തേഡിനകത്തെ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. കാരണം നമുക്ക് ഇത് തറവാക്കണം. ഇത് തറവായിട്ടുള്ള ഒരു വീഡിയോ ഫോർവേഡ് ചെയ്ത് പെട്ടെന്ന് കണക്ക് നോക്കിയിട്ട് അങ്ങ് പൊക്കും. അല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോ, കുഴപ്പമില്ല. അല്ലാത്തവര് ശ്രദ്ധിച്ചിരുന്നോ, ഞാൻ പെട്ടെന്ന് എന്ന് പറഞ്ഞ് കുറച്ച് കണക്ക് ചെയ്യാം എന്നൊക്കെ പറയും, പക്ഷെ എന്നാലും സ്ലോ ആയിട്ട് പോകുള്ളൂ. അത് ശീലമായില്ലേ? നോക്കിയോ, ആദ്യം നമുക്ക് അത് എഴുതാൻ എന്നാ സംഭവം. അനാലിറ്റിക്കൽ മെത്തേഡും അതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കണം. ഒരു വെക്ടർ ഉണ്ട് എ, വേറൊരു വെക്ടർ ഉണ്ട് ബി, അവരുടെയുള്ള ആംഗിളാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ അവരുടെ റിസൾട്ടന്റ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta. ഡയറക്ഷൻ വേണമെങ്കിലോ tan alpha is equal to b sin theta divided by a plus b cos theta. ഇതെങ്കിൽ ഇതിന്റെ ഡയഗ്രാം എൻ്റെ മനസ്സിൽ വേണം. എങ്ങനെയാണെങ്കിൽ അടിയിൽ എയും മുകളിൽ ബിയും ആണെങ്കിൽ അതിൻ്റെ റിസൾട്ടന്റ് ആരുമായിട്ട് ഉണ്ടാക്കുന്നത്, എയുമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതാണ് റിസൾട്ടന്റ്. ഇതെന്റെ മനസ്സിൽ വേണം, ഇതാ എഴുതുന്നെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞില്ല, മലയാളത്തിൽ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല, അതുകൊണ്ടാണ്. രണ്ട് വെക്ടർ ഉണ്ട് എൻ്റെ. എ വെക്ടർ 30 ന്യൂട്ടൺ ഫോഴ്സ്, ബി വെക്ടർ 40 ന്യൂട്ടൺ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് എത്രയായിരിക്കും, അവർ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും എന്ന് ചോദിച്ചേക്കണം. റിസൾട്ടന്റ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദിസ് 30 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ പ്ലസ് 2 ടൈംസ് എ ബി. എ ബിക്ക് എന്നതാ 30 40 ഇൻറ്റു അവർ തമ്മിലുള്ള ആംഗിൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചോദിച്ചേക്കുന്നത് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഫോഴ്സസ് ഓഫ് vector A equal to 30 Newton and vector B is equal to 40 Newtons are acting on a body. കേട്ടോ, അതാണ് ക്വസ്റ്റ്യൻ. ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഫോഴ്സസ്, then find the resultant and its direction. മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അവരുടെ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ തീറ്റ എത്രയാ? 90 ഡിഗ്രി. ഓക്കെ, അങ്ങനെ ഇവിടെ എന്ത് വരും? cos 90 റൂട്ട് ഓഫ് cos 90 എത്ര മക്കളെ? 0. അപ്പോൾ 30 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ. 30 സ്ക്വയർ എത്രയാ?
തൊള്ളായിരം 1400 എത്ര കിട്ടി? റൂട്ട് ഓഫ് 2500 എത്രയാ? 50 ന്യൂട്ടൺ. അപ്പോൾ റിസൾട്ടൻ്റ് എത്രയാ? 50 ന്യൂട്ടൺ. ഇനി റിസൾട്ടൻ്റ് കിട്ടി, റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി ഡയറക്ഷൻ കാണണ്ടേ? ഡയറക്ഷൻ കാണാനായിട്ട് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ഇത് എയും ഇത് ബിയും എടുത്താൽ ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. അപ്പോൾ ബി സൈൻ 90, ബി എത്രയാണ് മക്കളെ? ബി 40 അല്ലേ? 40 സൈൻ 90 ഡിവൈഡ് ബൈ എ പ്ലസ് ബി എ 30 പ്ലസ് ബി കോസ് 90. ബി കോസ് 90 എത്രയാ? 0 അല്ല, അത് പോയില്ലേ? 40 സൈൻ 90 എത്രയാ? 1 അല്ലേ? അപ്പോൾ 40 മാത്രം അവിടെയായി, താഴെ എത്രയായി? 30 ആയി. ടാൻ വെട്ടിപ്പോയി. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ആൽഫയാണ് 4/3. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4/3. എങ്ങനെ കാണാം? ടാൻ ഇൻവേഴ്സ് 4/3 ഷിഫ്റ്റ് ടാന് ബ്രാക്കറ്റ് ഇടണം 4/3 53 ഡിഗ്രി. എത്രയാ? 53 ഡിഗ്രി. അപ്പോൾ നോക്കി, ഇതായിരുന്നു എന്ത് വെക്ടർ? എ എന്ത് 30 ന്യൂട്ടൺ, ഇതാണ് എന്ത് 40 ന്യൂട്ടൺ. ഓ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണല്ലേ. 40 ന്യൂട്ടൺ. അങ്ങനെയെങ്കിൽ റിസൾട്ടൻ്റ് എത്രയാ? 53 ഡിഗ്രി. ആരുമായിട്ടാ? എയുമായിട്ടാണ്. കണ്ടോ ഈ ഫിഗർ കണ്ടോ? എയുമായിട്ടാണ്. എയുമായിട്ട് ഇത് 45 കുറച്ച് ഇപ്പുറത്തേക്ക്, ഇതാ 45 ഡിഗ്രി, കറക്റ്റ് 45. അതിനേക്കാൾ കുറച്ച് മുകളിലേക്ക് കേട്ടോ. ഇതാണ് റിസൾട്ടൻ്റ്. എത്ര ന്യൂട്ടൺ? 50 ന്യൂട്ടൺ. 50 ന്യൂട്ടൺ. ഇത് എത്ര ഡിഗ്രിയാ? 53 ഡിഗ്രി. ഇതാണ് എൻ്റെ ആൻസർ കേട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ട് വെക്ടർ ഉണ്ട് ഇതിൽ, എ വെക്ടറും ബി വെക്ടറും കേട്ടോ. രണ്ട് വെക്ടർ ഉണ്ട്, എ വെക്ടറും ബി വെക്ടറും. അവരുടെ ഇടയിലുള്ള ആംഗിൾ 0 എന്ന് പറഞ്ഞാൽ അർത്ഥം തീറ്റ ഈസ് 0 എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ഉണ്ട് എ, അതിന് പാരലായിട്ട് വേറൊരു വെക്ടർ ബി വെക്ടർ. ചിലപ്പോൾ അത് ഒരേ ലൈനിലാവാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആവാം കേട്ടോ. ഇവർ തമ്മിലുള്ള ആംഗിളാണ് എന്ത്? 0 ഡിഗ്രി. ഉദാഹരണത്തിന് ഇത് എവിടെ വരുന്നറിയോ? ഒരു ബോഡി ഉണ്ട് ഇവിടെ, ഒരാൾ ഇതാ ഇവിടെ നിന്ന് എ ന്യൂട്ടൺ ഫോഴ്സിൽ അങ്ങോട്ട് തള്ളും. എ ന്യൂട്ടൺ വരെ നിങ്ങൾക്ക് ഒരു 50 ന്യൂട്ടണോ കൊടുത്തോ, 40 ന്യൂട്ടൺ. വേറൊരാൾ ഇതിനെ പിടിച്ച് വലിക്കുക സെയിം ഡയറക്ഷനിൽ, എത്ര? 30 ന്യൂട്ടൺ. അല്ലെങ്കിൽ ഇവിടുന്ന് 30 ന്യൂട്ടൺ തള്ളുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? പാരലൽ. ഇത് ഇവരുടെ ഇടയിൽ ആംഗിൾ എത്രയാ? 0. ഇതൊരു ഫോഴ്സ്, ഇത് വേറൊരു ഫോഴ്സ് ആയിരുന്നെങ്കിൽ ഇവരുടെ ഇടയിലുള്ള ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. ഇവനെ എങ്ങനെ ചെരിച്ച് വാ, ആംഗിൾ കുറഞ്ഞ് എന്തായി? 0 ആയില്ലേ? ഇപ്പോൾ രണ്ട് പാരലൽ ലൈനിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാ? 0 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻറ്റിന് എന്നാ പറ്റും നമുക്ക് നോക്കാം കേട്ടോ. എ വെക്ടർ ഉണ്ട്, ബി വെക്ടർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻറ്റിന് എന്നാ പറ്റും നോക്കാം നമുക്ക്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എത്രയാ? 0 അല്ലേ? കോസ് 0 റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 0 എത്രയാ മക്കളെ? 1 അല്ലേ? ഇവിടെ എന്ത് വന്നു? 2ab. നോക്കി, നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ. അങ്ങനെ എന്ത് വരും? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അതിൻ്റെ പുറത്ത് റൂട്ടല്ലേ? റൂട്ടിൻ്റെ അകത്ത് സ്ക്വയർ വന്നാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? എ പ്ലസ് ബി. അതായത് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ രണ്ടിനോട് കൂട്ടി എഴുതിയാൽ മതി.
30 പ്ലസ് 40 എത്ര വരും? 70 ന്യൂട്ടൺ. സിമ്പിൾ. എന്തെളുപ്പം നോക്കി. അപ്പോൾ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുകയാണ്, രണ്ടും സെയിം ഡയറക്ഷൻ ആണ്, നമുക്ക് സിമ്പിളായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. ഓക്കെ, ഇത് 40 പ്ലസ് 30 എത്രയാണ്? 70 ന്യൂട്ടൺ. ഇവിടെ കിടക്കട്ടെ. ഇനി ഡയറക്ഷൻ വേണം നോക്കണം നമുക്ക്. ഡയറക്ഷൻ നോക്കി. tan alpha is equal to b sin theta. തീറ്റ എത്ര? 0 അല്ലേ? sin 0 എന്തായി? 0 ആയി പോയില്ലേ? tan 0 0. tan 0 എന്താ? tan alpha 0 കിട്ടി. അപ്പോൾ ആൽഫ എന്തായിരിക്കും? 0. കാരണം tan 0 ആണ് 0. അപ്പോൾ റിസൾട്ടന്റിന്റെ ആംഗിൾ എന്നാ 0. അതായത് റിസൾട്ടന്റിന്റെ ആംഗിൾ 0 എന്ന് പറഞ്ഞാൽ ആ റിസൾട്ടന്റ് എവിടെയാണ്? ഇതേ ലൈനിൽ തന്നെ. എ വെക്ടർ ഇങ്ങോട്ട്, ബി വെക്ടർ ഇങ്ങോട്ട്. റിസൾട്ടന്റ് എങ്ങനെ ആയിരിക്കും? ഇങ്ങോട്ട് വരട്ടെ, ഇതേ ആംഗിൾ തന്നെ. അത് കൂട്ടി എഴുതി, അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് കൂട്ടി എഴുതി. ഇത് നോക്കൂ, ഈ രണ്ട് വെക്ടർ ഉണ്ട്. ഈ രണ്ട് വെക്ടറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 180 ആണ്. എല്ലാം സംഭവിക്കാൻ നോക്കാം. എ വെക്ടർ ഉണ്ട്, ബി വെക്ടർ ഉണ്ട്, രണ്ട് വെക്ടർ. ഇവിടെയുള്ള ആംഗിൾ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. എന്ന് വെച്ചാൽ അർത്ഥം എന്ന് വെച്ചാൽ ഒരു വെക്ടർ ഇങ്ങോട്ടാന്ന് വിചാരിക്കാം, മറ്റേ വെക്ടർ ഇങ്ങോട്ടാന്ന് വിചാരിക്കാം. ഇപ്പം എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലേ? ശരി, ഞങ്ങൾ വലുതാക്കുക, ഇങ്ങോട്ട് മറിക്കുക. ഇപ്പം എത്രയായി? 100, 110, 120 ആയില്ലേ? ഇങ്ങനെ മറിച്ച് 180 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക്. ഇത് ബി വെക്ടർ, ഇത് എ വെക്ടർ. ഇതാണ് 180 ഡിഗ്രി. അങ്ങനെയാണ് എന്നാ സംഭവിക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. ഇതിന്റെ റിസൾട്ടന്റ് എന്നാവും? അപ്പോൾ ഒരു ബോഡിയിൽ ഒരു ബോഡി ഉണ്ട്, അതിലേക്ക് ഒരുത്തൻ 40 ന്യൂട്ടൺ ഫോഴ്സ് വെച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്, വേറൊരുത്തൻ 30 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കി നോക്കണേ, ഇവനല്ലേ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങോട്ട് വരച്ചേ എത്രയാ? 30 ന്യൂട്ടൺ. ഇവൻ അങ്ങോട്ടല്ലേ? 40 ന്യൂട്ടൺ. ടെയിൽ ആംഗിൾ എത്രയാ? 180 ഡിഗ്രി. അപ്പോൾ ഇത് തന്നെയാണ് ഈ ചോദിച്ചേക്കുന്ന കണക്ക്. ഓക്കെ, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു √a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab cos 180. തീറ്റ എത്രയാ? 180. √a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് cos 180 എത്രയാ? 0 മൈനസ് ആണ്. അപ്പോൾ ഇതെന്ത് വരും? a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab ഇൻറ്റു -1. ഞാൻ ഈ -1നെ ഞാൻ ഇതിൻ്റെ കൂടെ എഴുതുക. പ്ലസ് 2ab അല്ലേ? അപ്പോൾ എന്തായി? -2ab. ഇങ്ങോട്ട് നോക്കിയേ, a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. അതെന്നാ സംഭവം? √a മൈനസ് b ഹോൾ സ്ക്വയർ. റൂട്ടിനകത്തല്ലേ? ഞാൻ എന്ത് എഴുതി? a മൈനസ് b. റിസൾട്ടന്റ് ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു, ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടി? a മൈനസ് b. അതായത് എ വെക്ടർ 40 ആണെങ്കിൽ ബി വെക്ടർ 30 ആണെങ്കിൽ റിസൾട്ടന്റ് a മൈനസ് b. റിസൾട്ടന്റ് r ഈസ് ഈക്വൽ ടു 40 മൈനസ് 30. സിമ്പിളായിട്ട് കൂട്ടി ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി എന്നർത്ഥം. അപ്പോൾ നോക്കി, രണ്ടും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അഡിഷൻ സിമ്പിളായിട്ട് കൂട്ടി എഴുതാം. 180 ഡിഗ്രി ആണെങ്കിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സിമ്പിളായിട്ട് കുറച്ച് എഴുതാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയെന്ന് അറിയോ? നമ്മൾ കുറച്ച് ചെയ്യുമ്പോഴല്ലോ, എന്തിനാ അതിലേക്ക് പോണേ? ഇതേക്ക് ഇതൊരു മേശയാണ് അല്ലേ? വേണ്ട, ഇതൊരു ഇഷ്ടികയാണ്, തറയാണ്. ഞാനൊരു എഫ് ഫോഴ്സും കൊണ്ട് ഇതിനെ ഞാൻ തള്ളുക. അപ്പോൾ നമ്മൾ ലോസ് ഓഫ് മോഷൻ്റെ പാഠഭാഗത്ത് നമ്മൾ പഠിക്കും. ആദ്യം ഫ്രിക്ഷനിലെന്ന് പഠിക്കും, പിന്നെ രണ്ടാമത്തെ ടോപ്പിക്കിൽ നമ്മൾ ഫ്രിക്ഷൻ ഉള്ള സർഫസിലാണെങ്കിൽ എന്നാ സംഭവിക്കുന്നത് പഠിക്കും. അപ്പം നമ്മൾ ഇന്ന് നോക്കിയാൽ, നമ്മൾ ഈ കസേര എടുത്തിട്ട് ഇങ്ങോട്ട് തള്ളാൻ നേരത്ത് കസേര ആദ്യം അങ്ങനെ അത് നീങ്ങില്ല. അതിൻ്റെ ആ ഡെസ്ക് നല്ല തള്ളാൻ നേരത്ത് അത് നീങ്ങില്ല. കാരണം എന്നാ? അതിൻ്റെ കാലിൻ്റെ അടിയിലൊക്കെ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ നടക്കുന്നുള്ളതുകൊണ്ടാണ്, ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാ ചെയ്യുന്നത്? ഘർഷണം എന്ന് നമ്മൾ മലയാളം മീഡിയംകാർ പഠിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ അങ്ങോട്ട് ആ ഫോഴ്സ് എടുക്കുന്നെങ്കിൽ അവന്മാർ എന്തെങ്കിലും ഇവിടുന്ന് ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കും.
അതായത് ഇപ്പം ഞാൻ ഈ സാധനത്തിനെ ഇവിടെ നിന്ന് വലിക്കാൻ നോക്കുവാണെങ്കിൽ ഇവന്മാർ ഈ സർഫസിലുണ്ടല്ലോ, ഈ സർഫസിൽ അവന്മാർ ഇങ്ങോട്ട് വലിക്കാൻ നോക്കും. അപ്പം ഈ ബോഡിയിൽ ഇപ്പം നോക്കി ഞാൻ 50 ന്യൂട്ടൺ ഫോഴ്സും കൊണ്ട് വലിക്കാൻ നോക്കുകയാണ്. ഇതൊരു 15 ന്യൂട്ടൺ ഫോഴ്സ് ഫ്രിക്ഷൻ ഫോഴ്സ് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയിൽ ഇപ്പം എത്ര ഫോഴ്സ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നോക്കി, ഒരു വെക്ടർ അങ്ങോട്ട് ഒരു വെക്ടർ ഇങ്ങോട്ട് എത്ര ഡിഗ്രി ആംഗിൾ നോക്കി, 180 ഡിഗ്രി. അപ്പോൾ എനിക്ക് സിമ്പിൾ ആയിട്ട് എനിക്ക് പറയാം, എനിക്ക് ട്രയാങ്കുലർ ലോയോ പാരലലോഗ്രാം ലോയോ അനാലിറ്റിക് മെത്തേഡോ ഒന്നും എടുക്കണ്ട, എക്സാക്ട്ലി ഓപ്പോസിറ്റില്ല ഈ രണ്ട് ഫോഴ്സും. അങ്ങനെയാണെങ്കിൽ 50 - 15 എത്ര എടുക്കാം, 35 ന്യൂട്ടൺ നമ്മൾ സിമ്പിൾ ആയിട്ട് എടുക്കാം. ഇവിടെ ഒരു ബ്ലോക്ക് ഇരിപ്പുണ്ട്. ഈ ബ്ലോക്കിന്റെ വെയിറ്റ് mg താഴേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. ഒക്കെ അവിടെ നിൽക്കട്ടെ, ഈ സാധനം ഇങ്ങോട്ടേക്കല്ലേ വരാൻ ടെൻഡൻസി കാണിക്കുക, ഉരുണ്ടു പോവുക. പക്ഷേ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യും, മുകളിലേക്ക് പിടിച്ചു. അപ്പോൾ ഈ ബോഡിൽ എത്ര ഫോഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ ഈ താഴേക്ക് ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്, മുകളിലേക്ക് ഒരു 25 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട് എങ്കിൽ ഈ ബോഡിയിൽ എത്ര ഫോഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇവർ തമ്മിൽ എങ്ങനെയാ 180 ഡിഗ്രി അല്ലേ? ഇത് മാത്രം നോക്കിയാൽ മതി, ഇതൊന്നും നോക്കുക വേണ്ട. അപ്പോൾ 100 - 25 എത്രയാ, 75 ന്യൂട്ടൺ. അതാണ് ഇവിടുത്തെ ആപ്ലിക്കേഷൻ കേട്ടോ. ഇനി റിസൾട്ടന്റിന്റെ റിസൾട്ടന്റ് എങ്ങോട്ടായിരിക്കും, അത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ -b. ഇനി ഡയറക്ഷൻ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, b sin 180. sin 180 എത്രയാ, 0. അവരുടെ ഇടയിലുള്ള ആംഗിളും 0 ആയിരിക്കും കേട്ടോ. ശരി, ആരുടെ ആംഗിൾ, റിസൾട്ടന്റും എ വെക്ടറും തമ്മിലുള്ളത് നോക്കി. 40 ന്യൂട്ടൺ ഫോഴ്സ് എന്ത് ഇതല്ലേ, 30 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട് ഇതല്ലേ. 40 - 30 എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 10 ഇല്ലേ, 10 എങ്ങടാ, ഇങ്ങോട്ട്. കാരണം റിസൾട്ടന്റ് ആംഗിൾ എത്രയാ, 0. 10 എങ്ങടായിരിക്കും, ഇങ്ങോട്ട്. ഓക്കെ, ഇനി ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് ഇറങ്ങാം. ഇതിന് രണ്ട് വെക്ടർ ഉണ്ട്. ഇവർ തമ്മിലുള്ള റിസൾട്ടന്റ് r = എന്നതാ, വെക്ടർ a പ്ലസ് വെക്ടർ b. അതാണ് റിസൾട്ടന്റ്, രണ്ടും കൂടി കൂട്ടിയായി കിട്ടുന്നത്. രണ്ട് വെക്ടർ തമ്മിൽ കൂട്ടിയായി കിട്ടുന്നത്, അഡിഷൻ. ഇതിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടില്ലേ, അത് എപ്പോഴാണ് ഉണ്ടാകുന്നത്, എത്രയാണ് നോക്കി. റിസൾട്ടന്റിന്റെ മാക്സിമം വാല്യൂ, റിസൾട്ടന്റിന്റെ ഇക്വേഷൻ √a² + b² + 2ab cos θ. അപ്പൊ അതിന്റെ രണ്ട് വെക്ടറാണ് എ വെക്ടർ. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. എ വെക്ടർ ഉണ്ട്, ഒരു വെക്ടർ ഉണ്ട്, ബി വെക്ടർ ഉണ്ട്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒരു 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിച്ചോ, ഇവന്റെ 20 ന്യൂട്ടൺ ആണെന്ന് വിചാരിച്ചോ. എന്നോട് ചോദിച്ചേക്കുന്ന റിസൾട്ടന്റിന് വരാവുന്ന മാക്സിമം വാല്യൂ എത്രയാണ് ചോദിച്ചേക്കുന്നത്, അതേപോലെ മിനിമം വാല്യൂ എത്രയാണ് ചോദിച്ചേക്കുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ അവിടെ ഉള്ളത്. ഇത് 10 ന്യൂട്ടൺ ആണ്, ഇത് 20 ന്യൂട്ടൺ ആണ്. റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ a + b ആണ്. എനിക്ക് 10ഉം 20ഉം എന്ന നമ്പറിനെ എനിക്ക് മാറ്റാൻ പറ്റില്ല, കാരണം അത് വെക്ടർ ഫിക്സ് ചെയ്ത് വെച്ചു, 10 ന്യൂട്ടനും 20 ന്യൂട്ടനും ആണ്. അപ്പൊ എനിക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡിൽ ഒന്നും മാറ്റാൻ പറ്റില്ല. പിന്നെ മാറ്റാൻ പറ്റുന്ന എന്തിനാണ്, ഈ തീറ്റയിലാണ്. അപ്പൊ നോക്കി, ഈ തീറ്റയിൽ ഏത് തീറ്റയിൽ ഇരുന്നാലാണ് മാക്സിമം വാല്യൂ കിട്ടുക. ഇവിടെ ആരാ ഉള്ളത്, കോസ് തീറ്റ. കോസ് തീറ്റയ്ക്ക് വരാവുന്ന മാക്സിമം വാല്യൂ എത്രയാണ്, നമ്മൾ ഗ്രാഫിൽ പഠിച്ചില്ലേ, ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ. കോസ് തീറ്റയുടെ ഗ്രാഫ് എങ്ങനെയാണ്, ഇവിടുന്ന് തുടങ്ങുന്നത് കോസ് തീറ്റ, ഇവിടുന്ന് 1 തുടങ്ങിയിട്ട് തുടങ്ങും, 1 1. ഇതിന്റെ ഈ ഗ്രാഫിന്റെ മാക്സിമം വാല്യൂ 1 ആണ്. കോസ് തീറ്റന്റെ മാക്സിമം വാല്യൂ എത്ര, 1. മിനിമം വാല്യൂ എത്രയാണ്, -1. ഇത് മുട്ടുന്ന എവിടെയാ, -1. ഓക്കെ, അപ്പൊ നമുക്ക് അതിട്ട് കൊടുക്കാം. അപ്പൊ കോസ് തീറ്റ 1 ആയാലും, അപ്പോൾ റിസൾട്ടന്റിന്റെ മാക്സിമം വാല്യൂ a² + b² + 2ab. കോസ് തീറ്റ 1 ആയാലും 2ab. അപ്പോൾ മാക്സിമം വാല്യൂ ഉണ്ടാകുന്ന ആംഗിൾ ആണ് തീറ്റ = 0. അപ്പോൾ രണ്ട് വെക്ടർ പാരലൽ ആണെങ്കിൽ, ഈ രണ്ട് വെക്ടർ ഈ 10 ന്യൂട്ടനും 20 ന്യൂട്ടനും പാരലൽ ആയിട്ട് ഇരുന്നാലാണ് അതിന്റെ റിസൾട്ടന്റിന് മാക്സിമം വാല്യൂ കിട്ടുക. ആ മാക്സിമം വാല്യൂ എത്രയാ, a² + b² + 2ab. a² + 2ab + b². അതന്നെ സംഭവം നമ്മൾ കുറച്ചും കൂടി എഴുതിയ a + b²
അതായത് എ പ്ലസ് ബി റൂട്ടിന് അതല്ലേ എ പ്ലസ് ബി. ഇതാണ് മാക്സിമം വാല്യൂ. റിസൾട്ടൻറ്റിൻ്റെ മാക്സിമം വാല്യൂ എ പ്ലസ് ബി. അത് എപ്പോഴാണ് അവർ തമ്മിലുള്ള ആംഗിൾ 0 ആയാൽ. ഇനി മിനിമം വാല്യൂ റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ തന്നെ അവിടെ എഴുതുന്നില്ല. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ആർ മിനിമം എപ്പോഴാണ് കോസ് തീറ്റ -1 ആകുമ്പോൾ. അല്ല ഗ്രാഫിൽ കണ്ടില്ലേ കോസ് തീറ്റയ്ക്ക് വരാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ -1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇൻറ്റു -1. അപ്പോൾ അത് മൈനസ് ഇവിടെ എടുക്കുക. ഇതെന്നാ സംഭവം? റൂട്ട് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്നതാ എ മൈനസ് ബി. അപ്പം മിനിമം വാല്യൂ വരുന്ന ആംഗിൾ ഏതാ? തീറ്റ എത്രയല്ല 180 ഡിഗ്രി. എൻ്റെ വാല്യൂ എത്രയാ? എ മൈനസ് ബി. അപ്പൊ 2 വെക്ടർ ഉണ്ട്, എ വെക്ടർ ബി വെക്ടർ. റിസൾട്ടന്റിന്റെ മാക്സിമം ഈസ് ഈക്വൽ ടു എ വെക്ടർ പ്ലസ് ബി വെക്ടർ. ആംഗിൾ എത്രയല്ല? തീറ്റ 0 ആയാൽ. ആർ മിനിമം ആകുന്നത് എപ്പോഴാ? എ വെക്ടർ മൈനസ് ബി വെക്ടറിൽ. അതേതാ? തീറ്റ 180 ഡിഗ്രി ആയാൽ. കേട്ടോ, അതൊന്ന് ഓർത്തിരുന്നോ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാൻ മറന്നു പോയതാണ്. ഓക്കെ, ഇനി എത്രാമത്തെ ക്വസ്റ്റ്യൻ? 4ാമത്തെ ക്വസ്റ്റ്യൻ ആണോ? ക്വസ്റ്റ്യൻ നമ്പർ നോക്കി കേട്ടോ. ഇത് രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വേണം എഴുതിക്കോ. അപ്പം 3 2 5 ക്വസ്റ്റ്യൻ ആയിട്ട്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ. 2 വെക്ടർ ഉണ്ട്. ആ വെക്ടർ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണോ? 6 കൊടുക്കാനാണ്. 2 വെക്ടർ, വെക്ടർ എ വെക്ടർ ബി, equal in magnitude, mutually perpendicular എന്ന് പറഞ്ഞാൽ തീറ്റ എത്രയാ? 90 ഡിഗ്രി. തീറ്റ എത്രയാ? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി 2 പേർക്കും ഞാൻ വിചാരിക്കുകയാണ് പി മാഗ്നിറ്റ്യൂഡ് ഉണ്ട് കേട്ടോ. വെക്ടർ എയുടെയും മാഗ്നിറ്റ്യൂഡും വെക്ടർ ബിന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ്. അതെത്രയാ? ഒരു പി ന്യൂട്ടൺ. അല്ല പി, എല്ലായിടത്തും ഫോഴ്സ് പറഞ്ഞ് ന്യൂട്ടൺ എന്നായി വരുന്നത്. അപ്പം നോക്കും, ഒരു വെക്ടർ ഉണ്ട്, വേറെ വെക്ടർ ഉണ്ട്, രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡാണ് പി പി. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും റിസൾട്ടൻ്റ് എന്നോ? റിസൾട്ടൻ്റ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta. Magnitude of A അല്ലേ ഇത്? P square. Magnitude of B P square plus magnitude of A P. Magnitude of B P. Cos theta theta എത്ര? 90 അല്ലേ? ശരി, അത് 0 ആയിപ്പോയി. റൂട്ട് ഓഫ് 2p സ്ക്വയർ എന്ത് വരും? റൂട്ട് 2 ഇൻറ്റു പി. പി സ്ക്വയറിൻ്റെ റൂട്ട് എന്നാ? പി. ബാക്കിയുള്ള 2 അല്ലേ? റൂട്ട് 2 അവിടെ തന്നെ കിടന്നോട്ടെ. അപ്പം അതിൻ്റെ റിസൾട്ടൻ്റ് എത്രയാണ് വരിക? റിസൾട്ടൻ്റ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് 2 ടൈംസ് പി. ഇവിടെ ആംഗിളോ നോക്കിയേ, ഒരു വെക്ടർ ഇങ്ങനെയായിരുന്നു, വേറൊരു വെക്ടർ ഇങ്ങനെയായിരുന്നു. രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡാണ്. നമുക്ക് ഡയറക്ഷൻ നോക്കാം. tan alpha is equal to b sin theta. ബിയുടെ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നാ? മാഗ്നിറ്റ്യൂഡ് എന്നാ? പി ആണ്. സൈൻ 90 എത്രയാ? 90 ഡിഗ്രി അല്ലേ തീറ്റ? അപ്പോൾ സൈൻ 90 എത്രയാ? 1 ഡിവൈഡ് ബൈ എ. എൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? അതും ബി ആണ്. പ്ലസ് ബി കോസ് തീറ്റ. കോസ് 90 എത്രയാ? 0. അപ്പോൾ പി ബൈ പി എത്രയാ? 1. അപ്പോൾ ടാൻ ആൽഫ 1 ആണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 എത്രയാ മക്കളെ? 45. പിന്നെ റിസൾട്ടൻ്റ് എത്രയാ? 45 ഡിഗ്രി. ആരുമായിട്ടാ? എ എന്ന വെക്ടറുമായിട്ടാ. ഇതല്ലേ എ എന്ന വെക്ടർ? 45 ഡിഗ്രി. 90 ഡിഗ്രി 45 എന്ന് പറഞ്ഞാൽ കറക്റ്റ് നടുക്കൂടെ ഇതായിട്ട്. ഇതിനെക്കാട്ടും കുറച്ച് വലുതായിട്ട് ഇതായിട്ട്, കാരണം റൂട്ട് 2p ഇല്ലേ റിസൾട്ടൻ്റ്. ഇതാണ് റിസൾട്ടൻ്റ് കേട്ടോ.
രണ്ട് സെയിം വെക്ടർ ആണെങ്കിൽ റിസൾട്ടൻ്റ് എങ്ങോട്ടേക്കാ ഇതാ ഇങ്ങോട്ടേക്ക്. ഈ ഫിഗർ നമുക്ക് ഓർമ്മ വേണം, നമുക്ക് കുറേ സ്ഥലത്ത് ആവശ്യമുണ്ട് കേട്ടോ. രണ്ടുപേര് സെയിം ആണെങ്കിൽ റിസൾട്ടൻ്റ് അതിന് 45 ഡിഗ്രി ഇതാ ഇങ്ങോട്ടായിരിക്കും. ഇത് എത്രയാ? √2 ടൈംസ് സിംഗിൾ വെക്ടർ, ഒരെണ്ണത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് കേട്ടോ, √2 ടൈംസ് പി. ഓക്കെ, ഇതെന്തായിരുന്നു ക്വസ്റ്റ്യൻ? രണ്ട് വെക്ടർ ഉണ്ട്, രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ. രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പാരലൽ ആണെങ്കിലോ? രണ്ടുപേരും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പാരലൽ ആണ്. ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്. അപ്പോൾ ആംഗിൾ എത്രയാ? 0. ഇങ്ങനെ നമുക്കറിയാം വെക്ടർ എ പ്ലസ് വെക്ടർ ബി, മാഗ്നിറ്റ്യൂഡ് എന്നാ വരും? 2 ടൈംസ് പി എന്ന് വരും ഒരു അളവ്. പക്ഷെ ഇവർ ആന്റി പാരലൽ ആണെങ്കിലോ? വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്നാ വരും? രണ്ടുപേരുടെ ഒരേ അളവല്ലേ, അപ്പോൾ എന്നാ വരും? 0 വരും. അത് 0 നമുക്ക് എഴുതാൻ പറ്റില്ല, വെക്ടർ വെക്ടറല്ലേ കുറച്ചേക്കുന്നത്, അപ്പം നമ്മൾ ഇതിനെ 0 വെക്ടർ എന്ന് വിളിക്കും. ഇതിനെ പറഞ്ഞവരാണ് നൾ വെക്ടർ. 0 വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ കേട്ടോ. 0 വെക്ടറിനെ പറഞ്ഞവരാണ് നൾ വെക്ടർ. ഓക്കെ, ഇനി പ്രീവിയസ് മാർച്ച് 2012 ചോദിച്ച ക്വസ്റ്റ്യൻ, മാർച്ച് 2012 ചോദിച്ച ക്വസ്റ്റ്യൻ. അത് വായിക്കാൻ നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്തു. If the magnitude of two vectors and their resultant are the same, what is the angle between the two vectors? രണ്ട് വെക്ടർ ഉണ്ട് അല്ലേ, എ വെക്ടർ ബി വെക്ടർ. The resultant എന്നതാ? R is equal to A plus B. Magnitude of resultant and മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈ രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡ് ഇല്ലേ, റിസൾട്ടൻ്റ് മാഗ്നിറ്റ്യൂഡ് ഒക്കെ സെയിം ആണെന്നാ പറയുന്നത്. റിസൾട്ടൻ്റ് ഇക്വേഷൻ ആണ്, റിസൾട്ടൻ്റ് R is equal to √A² plus B² plus 2AB cos θ. ഞാൻ എല്ലാവരുടെയും മാഗ്നിറ്റ്യൂഡ് ഉണ്ടല്ലോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് R വെക്ടർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് A വെക്ടർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് B വെക്ടർ ഒക്കെ ഞാനൊരു പി ആയിട്ട് എടുക്കും. പി അല്ലെങ്കിൽ ക്യൂ അല്ലെങ്കിൽ ഓ എന്തെടുക്കാം. അപ്പം ഞാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആറിന് പകരം ഞാനിവിടെ പി കൊടുക്കും. √A² എന്ന് പറഞ്ഞാൽ എന്നാ p², കാരണം എയുടെ ഞാൻ എടുത്തേക്കുന്ന പി, ബിന്റെ എന്നാ p² പ്ലസ് 2 ടൈംസ് p into cos θ. ഓക്കെ, √p² പ്ലസ് p² എന്നതാ 2p² പ്ലസ് 2p² into cos θ. ഓ പണിയാ. ഇവിടെ p² എടുക്കാം, ഇവിടെ p അല്ലേ, p² എടുത്തോ, ഇവിടെ സ്ക്വയർ എടുക്കാം, അപ്പോൾ ഈ റൂട്ട് പോകുമല്ലോ. അങ്ങനെ എളുപ്പമായി. ഇവനെ ഇവിടെ കൊടുക്കും, p² മൈനസ് 2p² is equal to 2p² cos θ. p² minus 2p² minus p² is equal to 2p² cos θ. ഇവൻ ഇങ്ങോട്ട് കൊണ്ടോ, മൈനസ് p² ഡിവൈഡഡ് ബൈ 2p² is equal to cos θ. ടിഷ്യൂ മൈനസ് 1/2 ഈക്വൽ ടു cos θ. അങ്ങനെയാണെങ്കിൽ തീറ്റ is equal to cos ഇൻവേഴ്സ് മൈനസ് 1/2. cos 30 is equal to ഇങ്ങനെ മക്കളെ √3/2 ആണെങ്കിൽ 30നെ എങ്ങനെ വിളിക്കാം? cos ഇൻവേഴ്സ് √3/2. അതിനോട് എഴുതി കാൽക്കുലേറ്റർ എടുത്തേ. അതിനകത്ത്
കോസ് ഇൻവേഴ്സാണ് കാണുന്നത്. അപ്പം ഞാൻ ഷിഫ്റ്റ് കോസ് അടിച്ചു, ബ്രാക്കറ്റിൻ്റെ ഓപ്പൺ സൈൻ ഇട്ടു, -1/2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ആൻസർ 120. എത്ര കിട്ടിയ? തീറ്റ ഈക്വൽ ടു 120 ഡിഗ്രി. തീറ്റ എത്ര കിട്ടിയ? 120 ഡിഗ്രി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഈ വെക്ടറിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരുന്നു. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഇൻഡിവിജ്വൽ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ് എങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവർ രണ്ടുപേരും 120 ഡിഗ്രി എന്നാലാണ് റിസൾട്ടന്റ് എന്താവുക? അതേ മാഗ്നിറ്റ്യൂഡ് കിട്ടുക. പിന്നെ സംഭവം അറിയുമോ? ഇങ്ങോട്ട് നോക്കി, ഒരു വെക്ടർ ഇത്രയുണ്ട് മാഗ്നിറ്റ്യൂഡ്. നോക്കിയേ, ഇത്ര ഇരുന്നാലും 90 ഡിഗ്രി അല്ലേ? ഇങ്ങനെ ഇരുന്ന് നമുക്കറിയാം റിസൾട്ടന്റ് എത്രയാണ്? √2 ടൈംസ് പി. ഓരോന്നിന്റെ വാല്യൂ പി എന്ന് 50 ആണെങ്കിൽ 50 ന്യൂട്ടൺ ആണെങ്കിൽ ഇതെത്രയായിരിക്കും? √2 × 50 ആയിരിക്കും. ഈ സാധനത്തെ ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് ശരിക്കാണ്. ഇങ്ങോട്ട് കേട്ടോ, ഇത്ര നീളം വേണ്ടല്ലേ? ഇത്ര. അതായത് 120 ഡിഗ്രി ആണെങ്കിൽ ഇവർ തമ്മിൽ 120 ഡിഗ്രി ആണെങ്കിൽ ഇവരുടെ റിസൾട്ടന്റ് ഇത്ര. ഇത് 50 ആണ്, ഇത് 50 ആണെങ്കിൽ ഇവിടെ റിസൾട്ടന്റിന്റെ വാല്യൂ എന്നതായിരിക്കും? 50 ആയിരിക്കും. അതാ അവർ പറയണം കേട്ടോ. തീറ്റ 120 ഡിഗ്രി ആണെങ്കിൽ ഈ റിസൾട്ടന്റിന്റെ വാല്യൂ എത്രയായിരിക്കും? ഈ 50 ആണെങ്കിൽ 50, പി ആണെങ്കിൽ പി ആയിരിക്കും. സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഓരോ വെക്ടറിന്റെയും മാഗ്നിറ്റ്യൂഡിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇതേ കണക്ക് ചെയ്ത സംഭവം ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ട്രിഗണോമെട്രി വഴി കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യാമായിരുന്നു. എങ്ങനെയാണോ നോക്കി, നമ്മൾ എടുത്തില്ലേ റിസൾട്ടന്റ് R = √p² + 2p² cos θ. നമുക്ക് ഓർമ്മയുണ്ടോ? റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പി. ഈ സ്റ്റെപ്പിൽ ഏതാണ് ഇവിടെ വരെ എഴുതുന്നത്? നോക്കിയാൽ മുകളിലേക്ക് നോക്കി, ഈ സ്റ്റെപ്പ് വഴി കിട്ടിയത് ഓർമ്മയുണ്ടോ? ഇനി p² + p² എത്രയാണ്? 2p². 2p² ഉണ്ട് ഇവിടെ, 2p² cos θ ഉണ്ട് ഇവിടെ. രണ്ട് സ്ഥലത്ത് ഞാൻ എന്നാ ചെയ്യാൻ വേണ്ടി പോവാം? 2p² പുറത്തെടുക്കുക. ഇവിടെ എഴുതാം 2p² പുറത്തെടുത്തു. ബാക്കി ആരുണ്ട്? 1 + 2p² പുറത്തെടുത്ത് ബാക്കി ആരുണ്ട്? cos θ. √2p². 1 + cos θ എന്നതാണ് 2 cos² θ/2 θ/2 2 × 2 4 p². ഇത് എവിടെ നിന്ന് വന്നെന്നായിരിക്കും ആലോചിക്കുന്നത്. ബുക്ക് മറിച്ച് നോക്കടാ. നമ്മളവിടെ ട്രിഗണോമെട്രി പഠിച്ചിട്ടില്ലേ? അവിടെ നമ്മൾ കുറേ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് എന്തോ ഹാഫ് ആംഗിൾ ഫോർമുല, ഡബിൾ ആംഗിൾ ഫോർമുല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതിലോട്ട് സാർ കേട്ടോ. 4p² cos² θ/2 റൂട്ടല്ലേ? സ്ക്വയർ ആയല്ല, 4ന്റെ റൂട്ട് എനിക്ക് അറിയാൻ ചെയ്യാം. അപ്പം ഞാൻ റൂട്ട് മാറ്റുക. ഇവിടെ ആരുണ്ട്? പി ഉണ്ട്. 2p cos θ/2. p = 2p cos θ/2 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ 2p ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 2p ടിഷ്യൂ ബാക്കി ആരുണ്ട്? 1/2 = cos θ/2 എന്ന് വെച്ചാൽ θ/2 is cos inverse 1/2. cos inverse 1/2 എത്രയാണ്? 60 ഡിഗ്രി. കാരണം cos 60 അല്ലേ 1/2. അതായത് θ/2 ആണ് 60 ഡിഗ്രി. അങ്ങനെ തീറ്റ എത്രയായിരിക്കും? 60 × 2 എത്രയാണ്? 120 ഡിഗ്രി. തീറ്റ എന്ന് പറഞ്ഞാൽ ഈ തീറ്റ കേട്ടോ. അപ്പോൾ അങ്ങനെ പോയാലും കിട്ടും, ഇങ്ങനെ പോയാലും കിട്ടും. രണ്ടും എന്ത് കിട്ടും? സെയിം ആംഗിൾ കിട്ടും കേട്ടോ. ഇതായിരുന്നു നമ്മോട് ചോദിച്ചിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഇതിൻ്റെ ഭാഗത്തു നിന്ന് വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നും കാണില്ല. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു രണ്ട് വെക്ടർ ഉണ്ട്, എയും ബിയും.
അതിനകത്ത് എ പ്ലസ് ബിന്റെ മാഗ്നിറ്റ്യൂഡും എ മൈനസ് ബിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രണ്ട് വെക്ടർ ഉണ്ട്, എ വെക്ടറും ബി വെക്ടറും. അവരുടെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡും ഈസ് ഈക്വൽ ടു ഇത് തമ്മിലുള്ള കുറച്ചാ കിട്ടുന്നത് ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ് അവർ പറയുന്നത്. ഭ്രാന്തിരിപ്പിക്കാനായിട്ട് ഓരോ ക്വസ്റ്റ്യൻ കൊണ്ട് ഇറങ്ങും. നമുക്ക് പണി തരാം. ഇത് അഡീഷണൽ, ഇതെന്നാ സബ്ട്രാക്ഷൻ. ഇത് നമ്മൾ സബ്ട്രാക്ഷൻ പഠിച്ചില്ലല്ലോ, പഠിച്ചിട്ടില്ല. അപ്പം എന്നാ ചെയ്യും? നമുക്ക് ഈ സാധനത്തിന് പണി തരാം. ഇതിനെ നമുക്ക് ഇതിന്റെ ഫോമിലാക്കിയാൽ നമുക്ക് എളുപ്പമല്ലേ? ഈ എ മൈനസ് ബിനെ നിങ്ങൾ ഇങ്ങനെ നോക്കി, 8 മൈനസ് 5നെ 8 പ്ലസ് മൈനസ് 5 എഴുതിയ കുഴപ്പമുണ്ടോ? 8 പ്ലസ് മൈനസ് 5 എഴുതിയ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, രണ്ട് സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എഴുതാണ് വെക്റ്റർ എ പ്ലസ് മൈനസ് ബി വെക്റ്റർ. കുഴപ്പമില്ല, സെയിം അല്ലേ? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? രണ്ട് വെക്ടർ തമ്മിൽ കൂട്ടാൻ നേരത്തുള്ള ഇക്വേഷൻ റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് ഇതാ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ പിന്നെ ഞാനിവിടെ ആർ ഇതാണ്ട് ആവശ്യമില്ല, പകരം ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കാം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇവിടെ എന്നാ വരും? റൂട്ട് ഓഫ് എയും ബിയും കൂട്ടിയാൽ ഇങ്ങനെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. എ സ്ക്വയർ പ്ലസ് മൈനസ് ബി സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 2 ഇൻറ്റു എ ഇൻറ്റു ബി അല്ലേ ഇവിടെ പകരം എന്നതാ? മൈനസ് ബി അല്ലേ? മൈനസ് ബി ഇൻറ്റു കോസ് തീറ്റ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇവിടെ മൈനസ് ഇല്ലേ? 2ab കോസ് തീറ്റ. എ സ്ക്വയർ പ്ലസ് എഴുതുവാട്ടോ, ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. രണ്ട് സൈഡിലും സ്ക്വയർ എടുത്തോ, എളുപ്പമായി. സ്ക്വയർ എടുത്താൽ ഈ റൂട്ട് പോയി. നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ആക്കി എഴുതിയാൽ മതിയേ. എ സ്ക്വയർ പോയി, എ സ്ക്വയർ, ബി സ്ക്വയർ പോയി, ബി സ്ക്വയർ പോയി. ഇവനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, 2ab കോസ് തീറ്റ, 2ab കോസ് തീറ്റ പ്ലസ് ഇവനെ ഇവിടെ കൊണ്ടുവന്നേരെ 2ab കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0. 2ab കോസ് തീറ്റ പ്ലസ് 2ab കോസ് തീറ്റ എന്നതായി? 4ab കോസ് തീറ്റ. 4ab കോസ് തീറ്റയില് 4 0 ആകുമോ? 4ab കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയണേ. ശരി, 4 0 ആകുമോ? ഇല്ല. എ 0 ആകുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡാണ്. ഇവർ പറഞ്ഞിട്ടില്ല മാഗ്നിറ്റ്യൂഡ് 0 ആവുന്നില്ല. കാരണം രണ്ടുപേരുടെ റിസൾട്ട് ഇല്ല. അപ്പോൾ ഒരിക്കലും മാഗ്നിറ്റ്യൂഡ് 0 അല്ല. 10, 20, 30 അങ്ങനെ ഏതെങ്കിലും നമ്പർ ആയിരിക്കും ഇത്. അപ്പോൾ ഇത് രണ്ടും 0 ആകില്ല. പിന്നെ ഇത് ഈ ഇക്വേഷൻ 0 ആകണമെങ്കിൽ 0 ആകാൻ ചാൻസ് ഉള്ളത് ഇവ മാത്രമാണ്. കോസ് തീറ്റ 0 ആകാൻ മാത്രമേ ഇവിടെ ചാൻസ് ഉള്ളൂ. അതിൻ്റെ അർത്ഥം കോസ് തീറ്റ ഈക്വൽ ടു 0 മീൻസ് തീറ്റ ഈസ് 90 ഡിഗ്രി. അപ്പോൾ തീറ്റ രണ്ട് വെക്ടർ ഉണ്ട്, എ വെക്ടറും ബി വെക്ടറും. ഇവർ തമ്മിലുള്ള ആംഗിള് എത്രയായാലും 90 ഡിഗ്രി ആയാൽ അവരുടെ സമ്മിന്റെ റിസൾട്ടന്റും അവരുടെ സബ്ട്രാക്ഷന്റെ റിസൾട്ടന്റും സെയിം ആയിരിക്കും. എ പ്ലസ് ബിയും എ മൈനസ് ബിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും കേട്ടോ. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇയർ കൊടുത്തിട്ടില്ല, പ്രീവിയസ് ഇയർ ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. പഠിച്ചു തുടങ്ങിക്കോ, ഒത്തിരി വരാൻ പോവുക. ഇനി അടുത്തത് വെക്റ്റർ റെസൊല്യൂഷനാണ് കേട്ടോ. അത് ചെയ്യുന്നു.